ഡിന്നറിനെ പാസ്ത ഉണ്ടാക്കാന്ന് കരുതി എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് മെയിൻ ആയിട്ടില്ല എന്ന് മനസ്സിലായത്. പിന്നെന്താ വേഗം റെഡി ആയിട്ട് അത് വാങ്ങിയിട്ട് വന്നു. ഈ സ്ഥാനത്ത് എൻ്റെ അമ്മയായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ആ ഐറ്റം വാങ്ങിയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം പല വിഷയങ്ങളിലും അമ്മ അച്ഛനെ ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ അമ്മയും ചിട്ടി എനിക്ക് ചെറുപ്പം മുതൽ പറഞ്ഞു തന്നത് സ്വന്തം കാലിൽ നിൽക്കണ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ 19ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഒരു ആവശ്യങ്ങൾക്കും ഞാൻ എൻ്റെ പാരൻസിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഒരു ലോണും എൻ്റെ പേരൻസ് അടയ്ക്കരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ചെലവുകളും ഞാൻ തനിയെ തന്നെയാണ് വഹിച്ചത്. പിന്നെ സ്ത്രീധനം എന്നുള്ള കോൺസെപ്റ്റ് എനിക്കും എൻ്റെ പാർട്ട്ണറിനും ഇടയിൽ ഇല്ലായിരുന്നു. ഞാൻ സ്ത്രീധനം തരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നാലും വാങ്ങില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അവനെ കുറിച്ച് അഭിമാനം തോന്നിയത്. ജാതകത്തിൽ 10ൽ 10 പൊരുത്തില്ലെങ്കിലും ഇങ്ങനെ ചില തീരുമാനങ്ങളിൽ ഞങ്ങൾ 10ൽ 10 പൊരുത്താണ് കേട്ടോ. ഇപ്പൊ എൻ്റെ ചിറ്റയുടെ മോളോട് ചേച്ചിയെ പോലെ സ്വന്തം കാലിൽ ജീവിച്ച് കല്യാണം നടത്തിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കതൊരു അഭിമാനമാണ്. യെസ്, ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്.